നമസ്കാരം. ന്യൂസ് ഡെസ്ക് കേരളയിലേക്ക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് സൂരജ് പാലാക്കാരൻ ഒലീവിയ എന്ന സ്ഥാപനത്തിനെതിരെ പുറത്തുവിട്ട വാർത്തകളും തുടർന്ന് ഒലീവിയെ സംരക്ഷിക്കാൻ വേണ്ടി സൂരജ് പാലാക്കാരന്റെ ഫോണിലേക്ക് കടൽ മച്ചാൻ വിളിച്ച് ഒന്ന് കാണണമണ്ണ എന്ന് പറയുന്നതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി നിറഞ്ഞു നിൽക്കുന്നത്. ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഒലീവിയ എന്ന കമ്പനിയിൽ നടക്കുന്നത് നല്ലതാണോ ചീത്തയാണോ, അല്ലെങ്കിൽ സൂരജ് പാലാക്കാരൻ ഒലീവിയക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ സത്യമാണോ അതോ സൂരജ് പറഞ്ഞത് കള്ളമാണോ എന്നുള്ളതല്ല. അല്ലെങ്കിൽ ഒലീവിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കടൽ മച്ചാൻ സൂരജ് പാലാക്കാരനെ വിളിച്ച് ഒന്ന് കാണണമണ്ണ എന്നൊക്കെ പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന് കടൽ മച്ചാനെ ഭിത്തിയിൽ ഒട്ടിക്കുന്നത് പോലെ കടൽ മച്ചാനെ മോശക്കാരനാക്കാനോ നല്ലതാക്കാനോ അല്ലെങ്കിൽ മച്ചാനെ വെളുപ്പിച്ച് കാണിക്കാനോ ഒന്നുമല്ല. സമൂഹത്തിന്റെ മുന്നിൽ വന്ന് ഒരു മൊബൈൽ ക്യാമറയും ഓൺ ചെയ്ത് പകൽ മാന്യനാകാൻ വരുന്ന സൂരജ് പാലാക്കാരനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സൂരജ് പാലാക്കാരൻ എന്ന പാലാക്കാരൻ ആദിവാസി മേഖലയിലൂടെ കടന്നു ചെന്ന് കുറച്ച് ഭക്ഷണവും വസ്ത്രങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് കുറച്ച് ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ട് ഭരണകർത്താക്കളെ പച്ച തെറി വിളിച്ചും കാണുന്നവനെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് സമൂഹത്തിന്റെ മുന്നിൽ എന്തോ വലിയ സംഭവമാണെന്ന് സ്വയം കരുതി ചാനലിൽ റീച്ച് കൂട്ടിക്കൊണ്ട് പകൽ മാന്യനായി വളർന്നു വന്ന മഹാന്റെ കഥകൾ എല്ലാം ജനം അറിയേണ്ടത് തന്നെയാണ്. കഴിഞ്ഞ 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഞാനുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനത്തിൽ 3 കുട്ടികൾ ജോലി തേടി വരികയുണ്ടായി. ആ 3 കുട്ടികളും സൂരജ് പാലാക്കാരൻ എന്ന മഹാന്റെ സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ച് ഇറങ്ങി വന്ന കുട്ടികളായിരുന്നു. സൂരജ് പാലാക്കാരൻ എന്ന മഹാനിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വന്ന ദയനീയ അവസ്ഥ കേട്ട് ഞാനുമായി ബന്ധപ്പെട്ട ആ സ്ഥാപനത്തിൽ അവർക്ക് ജോലി നൽകുകയുണ്ടായി. വളരെ സങ്കടപ്പെടുത്തുന്ന കഥകളാണ് ആ കുട്ടികൾക്കന്ന് നേരിടേണ്ടി വന്നത്. അന്ന് ആ കുട്ടികൾക്ക് വേണ്ടി നിയമപരമായി എല്ലാ സഹായവും ചെയ്യുവാൻ ഞാനും എൻ്റെ സ്ഥാപനവും അന്ന് തയ്യാറായിരുന്നു. എന്നാൽ അന്ന് ആ കുട്ടികൾ സൂരജ് പാലാക്കാരനെതിരെ ശബ്ദമുയർത്താൻ ഭയമാണെന്ന കാരണത്താൽ അവർ പ്രതികരിക്കാൻ തയ്യാറായില്ല. എന്നാൽ 2-3 ദിവസമായി സോഷ്യൽ മീഡിയയിൽ സൂരജ് പാലാക്കാരൻ എന്ന മഹാനെ ജനങ്ങൾ വാഴ്ത്തുന്നത് കണ്ടപ്പോൾ ഈ പകൽ മാന്യനെതിരെ അന്ന് സംസാരിച്ച കുട്ടികളെ ഞാൻ ഓർത്തുപോയി. ഉടനെ തന്നെ ആ 3 സഹോദരിമാരിൽ ഒരു സഹോദരിയെ ഞാൻ വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു, അന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തിയ സൂരജ് പാലാക്കാരൻ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ തിളങ്ങി നിൽക്കുകയാണല്ലോ. എൻ്റെ ചോദ്യത്തിന് ആ സഹോദരി മറുപടി തരുമ്പോൾ 1.5 വർഷത്തിന് ശേഷവും അന്ന് സൂരജിൽ നിന്നും ഏൽക്കേണ്ടി വന്ന മാനസിക പീഡനം ഇപ്പോഴും ആ കുട്ടിയുടെ മനസ്സിൽ വിട്ടുമാറാതെ നിൽക്കുന്നുണ്ട് എന്നുള്ള സത്യം എൻ്റെ മനസ്സിനെയും വല്ലാതെ വേദനിപ്പിച്ചു. ഇപ്പോഴും ആ കുട്ടിക്ക് സൂരജ് പാലാക്കാരൻ എന്ന പകൽ മാന്യനെ പേടിയാണ്. ആ സഹോദരി ഇന്നും ഇതൊന്നും പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടി പറയുന്ന വോയിസ് ഞാൻ പുറത്തുവിടുന്നില്ല. പുറം ലോകം അറിയണം ഈ പകൽ മാന്യനെ. ഈ കുട്ടിയുമായുള്ള സംഭാഷണത്തിൽ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. രാവിലെ 9 മണിക്ക് ഡ്യൂട്ടിക്ക് കയറാൻ പറയുകയും രാത്രി 10:30 മണി വരെ പിടിച്ചു നിർത്തുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. ഇതുമാത്രമല്ല, അവിടെയുണ്ടായിരുന്ന ലേഡി സ്റ്റാഫിനെ വാർത്ത വായിക്കുമ്പോൾ ശബ്ദം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയോട് മോശമായി സംസാരിക്കുന്നത് പതിവായിരുന്നു. ഓഫീസിനോട് ചേർന്ന് തന്നെ താമസിക്കാൻ താമസ സൗകര്യം സജ്ജീകരിച്ചതും സൂരജിനെ ചൊടിപ്പിച്ചു. അങ്ങനെ ആ ബിൽഡിംഗ് ഓണറോട് സൂരജ് സംസാരിച്ച് ആ കുട്ടികളെ അവിടെ നിന്ന് മാറ്റുകയുണ്ടായി. ഓഫീസിനടുത്ത് സ്റ്റാഫുകൾ താമസമാക്കിയാൽ സൂരജിന്റെ പ്രൈവസി നഷ്ടമാകും എന്നുള്ള പേടി കൊണ്ടാണ് അവിടെ നിന്നും ഞങ്ങളെ മാറ്റിയത് എന്നുള്ളതാണ് കുട്ടികൾ പറയുന്നത്. അവിടെ നിന്നും പിരിഞ്ഞു പോകുമ്പോൾ എല്ലാ സ്റ്റാഫിനും അവസാനം കിട്ടാനുള്ള സാലറി കൊടുക്കാത്തതും സൂരജിന്റെ സ്ഥിരം പതിവാണെന്നാണ് അവർ പറയുന്നത്. വീഡിയോയിൽ പെർഫോം ചെയ്യുന്ന അതേ ശൈലി തന്നെയാണ് സൂരജ് തന്റെ സ്റ്റാഫിനോട് പെരുമാറുന്നത് എന്നത് സൂരജിന്റെ ക്രൂരമായ പ്രവൃത്തിയായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പകൽ മാന്യനായ സൂരജ് പാലാക്കാരനെ ജനം തിരിച്ചറിയേണ്ടത് തന്നെയാണ്.